ഇന്ന് മീനായിട്ട് കിട്ടിയേക്കണതേ പൂളാനാണ് കേട്ടോ. പൂളാൻ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷെ ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിനെ പൂളാനെന്നാണ് പറയണത്. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇന്ന് മാർക്കറ്റിലല്ല, ഇന്നെൻ്റെ ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇങ്ങനെ ലേലം വിളിക്കണ സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നേണ്ട. അപ്പോൾ എനിക്ക് പൂളാൻ അമ്മയാണ് വെട്ടിത്തന്നത്. അപ്പോൾ അതേ ഇനി ഞാൻ മസാലയൊക്കെ പുരട്ടി വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. സ്പെഷ്യലായിട്ട് ചേർത്തേക്കണത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നാണെങ്കിൽ പച്ചക്കറി ഒന്നുമില്ല. അപ്പോൾ ഞാനോർത്ത് എന്തായാലും ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ട്, അതൊന്നിങ്ങനെ മസാലയൊക്കെ പുരട്ടി ഒന്ന് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പും മഞ്ഞളും കുരുമുളകല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചാറിനായിട്ട് രസമാണ് വെക്കാൻ പോണത്. എന്താണെന്ന് വെച്ചാൽ വറുത്തമീനും രസവും നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ കടുക് ഉലുവയൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും കുരുമുളക് പൊടിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് കഴിയുമ്പോഴേക്കും മസാലപ്പൊടിയായിട്ട് ചേർത്ത് കൊടുത്തേക്കണത് മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരിത്തിരി സാമ്പാർ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലപ്പൊടിയുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചിട്ട് കൊടുക്കാം, പക്ഷെ ഞാനിന്ന് അരിഞ്ഞാണ്ട് ഇട്ട് കൊടുത്തേക്കണത്. അതിനുശേഷം തക്കാളി ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോഴേക്കും പുളിക്ക് ആവശ്യമായ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തിളച്ച് വറ്റണമല്ലോ, അപ്പോഴേക്കും രസമാകുമല്ലോ. ഇനി പാകത്തിനുള്ള ഉപ്പും ഇട്ട് മൂടി വെച്ച് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി മസാല പുരട്ടി വെച്ചേക്കണ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഒരിത്തിരി കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ മസാല പുരട്ടി വെച്ചേക്കണ ഉരുളക്കിഴങ്ങും ഇട്ട് നേരിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. നേരിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതും വെച്ചിട്ട് വേറെ പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതവിടെ നിന്ന് കരിഞ്ഞ് നാശമാകും. അപ്പോൾ അതേ മീനും കൂടി വറുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ രസവും ഉരുളക്കിഴങ്ങ് വറുത്തതും മീൻ വറുത്തതും കൂട്ടി ഒരു പിടി പിടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള